സ്വാഗതം. കൂട്ടപ്പൊരിച്ചിലാണ് സ്ഥാനാർത്ഥികൾ, അതുപോലെ മുതിർന്ന നേതാക്കൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമൊക്കെ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. വാദപ്രതിവാദങ്ങൾ അങ്കത്തട്ടിൽ കളം വാഴുന്നു. അതിനിടെ കള്ളവോട്ടാണിപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നിഴലിച്ചു നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. നോക്കാം, അങ്കത്തട്ടിലേക്ക് സ്വാഗതം. പ്രധാന സംഭവവികാസങ്ങളിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. കേരളം അങ്ങനെ പോളിംഗ് ബൂത്തിൽ എത്താൻ ഇനി 5 നാളുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. പ്രചാരണ പരിപാടികൾ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പ്രചാരണം ചൂടുപിടിപ്പിക്കാൻ ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലുണ്ട്. ദേശീയ തലത്തിൽ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്നതാണ് സംസ്ഥാനത്തെ മത്സരത്തിന്റെ പ്രത്യേകത. 3 മുന്നണികളും അവരുടെ ദേശീയ നേതാക്കളെ സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയതോടെ വലിയ ആവേശമാണ് അണികളിൽ കാണുവാൻ കഴിയുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കുറവില്ല. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ ധാരണ എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ചൂടുപിടിച്ചു വരികയാണ്. മോദിയെ താഴെ ഇറക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ പിന്നിലെ വസ്തുത വ്യക്തമാക്കണമെന്നാണ് സീതാറാം യെച്ചൂരിയുടെ ആവശ്യം. BJP ദേശീയ നേതാക്കളും സംസ്ഥാന ഭരണത്തെ കണക്കിന് വിമർശിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നേതാക്കൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നതിനൊപ്പം പരമാവധി അണികളെ ഉൾപ്പെടുത്തി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോകൾക്കാണ് പരിഗണന കൂടുതൽ നൽകുന്നത്. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി, ചിദംബരം, അണ്ണാമലൈ തുടങ്ങിയവർ തലസ്ഥാനത്ത് പ്രചാരണ പരിപാടികൾക്കായി എത്തിയിട്ടുണ്ട്. തീരമേഖലയെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. വീട്ടിലെ വോട്ടും വിവാദങ്ങളും കേസുമെല്ലാം പ്രചാരണ വേദികളിൽ ചർച്ചയാകുന്നുണ്ട്. ഇനിയുള്ള നാളുകൾ ശക്തമായ പ്രചാരണ പരിപാടികൾക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ലഭ്യമായ സീറ്റുകൾ അതേപടി നിലനിർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെങ്കിൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും നേടണമെന്നാണ് ഇടതുമുന്നണിയുടെ പക്ഷം. BJP ആകട്ടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനം അടുത്തു വരുന്നത് കൊണ്ടാവാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വാദപ്രതിവാദങ്ങൾക്കും മറ്റും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൂടുതൽ കടുപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെയും ഒപ്പം രാഹുൽ ഗാന്ധിക്കെതിരെയുമാണ് അദ്ദേഹത്തിന്റെ വിമർശനം കൂടുതലായി വരുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ മോദിക്കും രാഹുലിനും ഒരേ സ്വരം എന്ന് അദ്ദേഹം പറയുന്നു. നേട്ടങ്ങളെ നുണ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി കാസർഗോഡ് പറഞ്ഞു വയ്ക്കുന്നു. മോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി. കൊടിപിടിച്ച ലീഗുകാരെ കോൺഗ്രസ് തല്ലുകയാണ്. കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മത്സരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്താൻ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു. 5 വർഷത്തിനപ്പുറം അതേ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഒഴിച്ച് പരീക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തിനെതിരെ പ്രധാനമന്ത്രിയും BJPയും നുണപ്രചരണങ്ങൾ നടത്തുകയാണ്. ഏത് ആധികാരിക രേഖ വെച്ചാണ് കേരളത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് വിളിച്ചോടിയാണ് വയനാട്ടിലെത്തി 2ാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. സഹകരണ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുന്ന നിലപാടാണ് BJP സർക്കാർ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. കരുവന്നൂർ ബാങ്കിൽ നടക്കാൻ പാടില്ലാത്ത ക്രമക്കേടുകൾ നടന്നു. ശക്തമായ നിലപാട് സഹകരണ വകുപ്പും സർക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ അന്വേഷണത്തിലൂടെ തെറ്റ് ചെയ്തവരെ കൃത്യമായി കണ്ടെത്തി കുറ്റക്കാർക്ക് അർഹിക്കുന്ന നിയമപരമായ നടപടികളും ലഭിക്കാവുന്ന ശിക്ഷയും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ഈ വീട്ടിലെത്തി വോട്ട് തുടങ്ങിയതോടുകൂടി കള്ളവോട്ടാണ്. കൂടുതൽ പരാതികൾ എത്തുകയാണ്. പത്തനംതിട്ട ആറന്മുളയിൽ മരിച്ച ആളുടെ പേരിൽ കള്ളവോട്ട് നടത്തിയെന്ന് പരാതി വന്നിരിക്കുന്നു. കാര്യത്തോട്ട സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ വോട്ട് ചെയ്തു എന്ന് കാണിച്ച് LDF ആണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. സംഭവത്തിൽ പോളിംഗ് ഓഫീസർമാരായ ദീപ, കലാ തോമസ്, BLO അമ്പിളി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. UDF വാർഡ് മെമ്പർ ശുഭാനന്ദനും 144-ാം ബൂത്ത് BLO അമ്പിളിയും ഒത്തുകളിച്ച് കള്ളവോട്ട് നടത്തിയെന്നാണ് LDF ആരോപണം.
6 വർഷം മുമ്പ് വാഴയിൽ വടക്കേച്ചെരുവിൽ അന്നമ്മ മരിച്ചു. ഇതേ വിലാസത്തിൽ ഉള്ള മരുമകൾ അന്നമ്മ മരിച്ച അന്നമ്മയുടെ വോട്ട് ചെയ്തെന്നാണ് പരാതി. എന്നാൽ വാർഡ് മെമ്പർ ശുഭാനന്ദൻ ഇത് പാടെ നിഷേധിച്ചു. വോട്ട് ചെയ്ത ദിവസം ആ വീട്ടിൽ പോയിട്ടില്ല എന്ന് ശുഭാനന്ദൻ പറഞ്ഞു. കള്ളയോട്ടാണോ എന്ത് ഓട്ടാണോ നമുക്കറിയത്തില്ല. ഞാൻ ആ വീട്ടിൽ പോയിട്ടുമില്ല. ആ വീട്ടുമായിട്ട് രാഷ്ട്രീയമായി ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ടെന്നല്ലാതെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഇപ്പം ഈ വോട്ട് ചെയ്യിക്കുന്നതിൻ്റെ ആവശ്യത്തിന് ഞാനും പോയിട്ടുമില്ല. ഇവർ കിടപ്പ് രോഗിയാണ്. ഇപ്പം ഈ വോട്ട് ചെയ്ത ആൾ അവരുടെ അമ്മ 5-6 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ളതാണ്. അവരുടെ വോട്ടാണോ ഇതെന്തൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. അതൊക്കെ റിട്ടേണിംഗ് ഓഫീസറും അവരൊക്കെ പരിശോധിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല. ഇവരുടെ വോട്ടിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വിവരവും അറിയില്ല. എന്നാൽ കള്ളവോട്ട് അല്ലെന്ന് BLO അമ്പിളി പറഞ്ഞു. കിടപ്പ് രോഗിയായ മരുമകൾ അന്നമ്മയ്ക്ക് ആണ് 12D ഫോമിൽ അപേക്ഷ നൽകിയത്. അപേക്ഷയിലെ ക്രമനമ്പർ മാറി നൽകിയ തനിക്ക് തെറ്റുപറ്റിയെന്നും അമ്പിളി പറഞ്ഞു. അതേസമയം കിടപ്പ് രോഗിയായ അന്നമ്മയുടെ ഭർത്താവ് മാത്യു വോട്ട് ദിവസം വീട്ടിൽ ഇല്ലായിരുന്നതായി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. അന്നേ ദിവസം വാർഡ് മെമ്പർ വീട്ടിലെത്തിയിട്ടില്ലെന്നും വോട്ട് ചെയ്യിക്കാൻ BLO അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് വീട്ടിൽ വന്നതെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. കണ്ണൂരിലെ വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട UDFന്റെ പരാതി തള്ളി ജില്ലാ കളക്ടർ. പേരാവൂരിലും പയ്യന്നൂരിലും വീഴ്ചയില്ലെന്ന് കണ്ടെത്തൽ. ക്രമപ്രകാരമാണ് രണ്ടിടത്തും സഹായി വോട്ട് ചെയ്തതെന്ന് കളക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വോട്ടറും മകളും നിർദ്ദേശിച്ചയാളാണ് സഹായിച്ചത്. ഉദ്യോഗസ്ഥരുടെയും വോട്ടറുടെയും മൊഴിയിലും വീഡിയോ പരിശോധിച്ചാലും ക്രമവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയില്ലെന്നും കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ഒരു കണക്ക് പരിശോധിക്കാം. സംസ്ഥാനത്ത് ഇതുവരെ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത് 81% പേരാണ്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായി ഏർപ്പെടുത്തിയ വീട്ടിൽ വോട്ട് സംവിധാനം ഏപ്രിൽ 25 വരെ തുടരും. സംസ്ഥാനത്ത് ഇതുവരെ 1,42,799 പേരാണ് വീട്ടിൽ വോട്ട് സൗകര്യം ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയത്. 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 1,02,285 പേരും ഭിന്നശേഷിക്കാരായ 40,514 പേരും ഇതിൽപ്പെടുന്നു. പോലീസ്, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് സംഘത്തിന്റെ സന്ദർശനം സംബന്ധിച്ച വിവരം സ്ഥാനാർത്ഥികളെയോ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെയോ മുൻകൂട്ടി അറിയിക്കും. വോട്ടു രേഖപ്പെടുത്തിയ ബാലറ്റുകൾ സീൽ ചെയ്ത മെറ്റൽ ബോക്സുകളിൽ ശേഖരിക്കുകയും പിന്നീട് സുരക്ഷിതമായി സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ രഹസ്യ സ്വഭാവം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങളെല്ലാം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് വീട്ടിൽ വോട്ട് പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. 111 വയസ്സിലും വോട്ട് ചെയ്ത് താരമായിരിക്കുകയാണ് കാസർഗോഡ് വെള്ളിക്കോത്തെ കുപ്പച്ചിയമ്മ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ വോട്ട് പ്രക്രിയയിലൂടെയാണ് കുപ്പച്ചി സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ പാർട്ടി രൂപത്തിലെ 486 സീരിയൽ വോട്ടറാണ് സി കുപ്പച്ചി. വീട്ടിൽ സജ്ജമാക്കിയ താൽക്കാലിക വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലൂടെയാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. മകന്റെ മരുമകൾ ബേബിയുടെ സഹായത്തോടെയാണ് ഇത്തവണ കുപ്പച്ചി വോട്ട് ചെയ്തത്. സംസ്ഥാനത്തെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടു രേഖപ്പെടുത്തിയിട്ടുള്ള ഇവർ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടറാണ്. നടപടികൾ നിരീക്ഷിച്ച ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ കുപ്പച്ചിയമ്മയ്ക്ക് ആശംസയറിയിച്ച് പൂച്ചെണ്ട് നൽകി. ജനാധിപത്യത്തിന് കരുത്തു പകരാൻ കുപ്പച്ചിയമ്മയെപ്പോലെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എല്ലാ വോട്ടർമാരെയും വോട്ട് ചെയ്യിപ്പിക്കണമെന്നാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ജില്ലയിൽ, കാസർഗോഡിലെ ഒരു ജില്ലയിൽ, നമ്മുടെ ജില്ലയിൽ 111 വയസ്സ് പൂർത്തിയായ നമ്മുടെ ഒരു വളരെ ഏറ്റവും ഏജ് കൂടുതലായിട്ടുള്ള ഒരു വോട്ടറാണ് ഇവിടെ വന്ന് ഹോം വോട്ടിംഗ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൽ എല്ലാവരും വോട്ടിംഗ് ഇതിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത കുപ്പച്ചിയമ്മ മാതൃകയാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ആലപ്പുഴയിൽ വീട്ടിലെ വോട്ടിൽ വോട്ട് രേഖപ്പെടുത്തി ഭിന്നശേഷി സഹോദരങ്ങൾ. മാന്നാർ സ്വദേശികളാണ് വീട്ടിൽ വോട്ട് ചെയ്ത് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്.
വൈകല്യത്തെ വകവെക്കാതെ ഇത്തവണയും തങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഭിന്നശേഷി സഹോദരങ്ങൾ. മാന്നാർ കുരട്ടിശ്ശേരി സ്വദേശികളായ ഹസീനയും അൻവറും കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ വോട്ട് ചെയ്ത് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ജന്മനായുള്ള വൈകല്യം മൂലം പരസഹായത്തോടെ ജീവിക്കുന്ന ഇരുവർക്കും വോട്ട് ചെയ്യുന്നതിനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പേപ്പറുകളിൽ പേരെഴുതി ഒപ്പിടാനും സഹായികൾ വേണ്ടി വന്നില്ല. സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ അടയാളപ്പെടുത്തിയ ബാലറ്റ് പേപ്പർ മടക്കി സുരക്ഷിതമായി കവറിലിട്ടൊട്ടിച്ച് ബാലറ്റ് പെട്ടിക്കുള്ളിൽ ഇരുവരും നിക്ഷേപിച്ചു. ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖാന്തരം ഫോറം 12D അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ സവിജമോൾ VS, മൈക്രോ ഒബ്സർവർ ഷിജു മാത്യു, ബൂത്ത് ലെവൽ ഓഫീസർ ഷീജ S തുടങ്ങിയ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ക്യാമറമാനുമടങ്ങിയ സംഘം വീട്ടിലെത്തിയാണ് മാന്നാർ ടൗണിലെ 8ാം ബൂത്തിലെ വോട്ടർമാരായ ഹസീനയ്ക്കും അൻവറിനും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായി സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഒരാൾക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. പേരാമ്പ്ര സ്വദേശി ഷഫീഖിനെതിരെയാണ് കേസ്. ഷഫീഖ് പേരാമ്പ്രയിലെ സജീവ യൂത്ത് ലീഗ് പ്രവർത്തകനാണ്. കലാപാഹ്വാനം, സ്ത്രീകളെ അധിക്ഷേപിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. KK ശൈലജയുടെ പരാതിയിൽ പഞ്ചായത്ത് അംഗമടക്കമുള്ള UDF പ്രവർത്തകർക്കെതിരെ മുന്നേയും കേസെടുത്തിട്ടുണ്ട്. മറ്റൊരു കേസ് തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പരാതിയിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടിന് പണം നൽകുന്നുവെന്ന് തരൂർ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് കേസ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ DGPക്ക് നൽകിയ പരാതിയിലാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയിൽ വോട്ടിന് പണം നൽകുന്നുവെന്ന് തരൂർ പ്രചരണം നടത്തിയെന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതി. KPCCക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാട്ടി KPCC ഇലക്ഷൻ വിഭാഗം കൺവീനർ MK റഹ്മാനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി പരാതി നൽകിയത് കേന്ദ്രമന്ത്രിയുടെ ലെറ്റർ ഹെഡിലാണ്. താൻ കേന്ദ്രമന്ത്രിയാണെന്ന് രാജീവ് അതിൽ പറയുന്നുണ്ട്. ഭരണപരമായ പദവി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കൈവരിക്കാൻ ദുരുപയോഗം ചെയ്തിരിക്കുകയാണെന്നും ഇതിനെതിരെ നടപടി വേണമെന്നുള്ളതുമാണ് KPCCയുടെ പരാതി. അതേസമയം ശശി തരൂരിനെതിരെ ഇലക്ഷൻ കമ്മീഷനിലും രാജീവ് ചന്ദ്രശേഖർ പരാതി നൽകിയിരുന്നു. പരാതിയിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും KPCC വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇനിയും പത്തനംതിട്ടയിലേക്ക് നോക്കിയാലോ. അവിടെ തോമസ് ഐസക്കിനെതിരെ പരാതി. LDF സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വീണ്ടും അച്ചടക്ക ലംഘനത്തിനാണ് പരാതി വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് കാണിച്ചാണ് പരാതി. ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും UDF വീണ്ടും പരാതി നൽകി. സമാനമായ രീതിയിൽ കുടുംബശ്രീ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് വരണാധികാരി തോമസ് ഐസക്കിന് താക്കീത് നൽകിയിരുന്നു. വടകരയിലേക്ക് പോയാൽ ഷാഫി പറമ്പലിനെതിരെയുമുണ്ട് പരാതി. ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസാണ് ലഭിച്ചിരിക്കുന്നത്. ഈദ് വിത്ത് ഷാഫി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനാണ് നോട്ടീസ്. ആരാധനാലയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നാണ് പരാതി. 3 ദിവസത്തിനകം മറുപടി നൽകണം. ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആണ് നോട്ടീസ് നൽകിയത്. ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് എത്തുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. P. ചിദംബരമാണ് കേരളത്തിലെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. BJPക്കെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉയർത്തുന്നു. നമുക്കറിയാം, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് P. ചിദംബരം. രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി മോദി ഭക്തരുടെ ഒരു സംഘമായി BJP മാറിയെന്നാണ് ചിദംബരം നടത്തുന്ന പ്രധാന ആക്ഷേപം. മോദി ആരാധന തുടർന്നാൽ രാജ്യം വൈകാതെ ഏകാധിപത്യത്തിലേക്ക് പോകുമെന്നും ചിദംബരം വിമർശിക്കുന്നു. BJP ഭരിക്കുന്ന രാജ്യം തൊഴിലില്ലായ്മയിൽ മുന്നിലാണെന്നും രാജ്യത്ത് ദാരിദ്ര്യം വിട്ടുമാറിയിട്ടില്ലെന്നും തിരുവനന്തപുരത്തെത്തിയ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം P. ചിദംബരം പറഞ്ഞു. ജനക്ഷേമമാണ് പ്രധാനമെന്നും അത് നാട്ടിൽ നടപ്പിലാക്കുന്നില്ലെന്നും വിമർശിച്ചു. പിന്നാലെ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഉപരി മോദി ഭക്തരുടെ ഒരു സംഘമായി BJP മാറിയെന്ന് വിമർശനമുയർന്നു. മോദി ആരാധന തുടർന്നാൽ രാജ്യം വൈകാതെ ഏകാധിപത്യത്തിലേക്ക് പോകുമെന്നും പറഞ്ഞു. The BJP is no longer a political party. It has become a cult. And the cult worships Mr. Narendra Modi. It is a party of cult worshippers. That cult worship in India has started gaining strength.
and will lead to dictatorship. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് തുടരണമെങ്കിൽ മോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ചിദംബരം അഭ്യർത്ഥിച്ചു. അതേസമയം കേരളത്തിൽ 20 സീറ്റുകളിലും UDF വിജയിക്കുമെന്ന ആത്മവിശ്വാസവും പങ്കുവച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ ഈ അജണ്ട നടപ്പിലാക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിമർശനം. കേരളത്തിൽ നിന്ന് ഒരു BJP MPയും പാർലമെന്റിൽ എത്തില്ല എന്ന് അദ്ദേഹം അടിയുറപ്പിച്ചു പറയുന്നു. ജയിലിൽ പോകാൻ പേടിയുള്ള കോൺഗ്രസുകാരാണ് BJPയിൽ പോകുന്നതെന്നും യെച്ചൂരിയുടെ വിമർശനം. The Modi government, in order to convert our secular democratic republic into a fascistic state, requires a unitary state structure, which means all power centered in the central government or the union government. That is because their philosophy is one country, one language, one culture. That is their slogan. And in Hindi they say, Hindu, Hindi, Hindustan. So language has to be one, culture has to be one, and that is what the country, that is India, has to be converted into. Congress must introspect why its own leaders are leaving and joining the BJP. Today in Delhi, the BJP today is known as the new Congress party. In every state, the former chief ministers, the chiefs of the PCCs, they have left Congress and joined the BJP. Is that the commitment to safeguard Indian constitution and democracy? CPI ദേശീയ സെക്രട്ടറി D. രാജ 2 കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഒന്ന്, UDFന് രാഷ്ട്രീയ നിലപാട് ഇല്ല എന്നുള്ള കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ രാഷ്ട്രീയ നിലപാട് ഇല്ലാത്തത് കൊണ്ടാണ് പിണറായി വിജയനെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. ജനങ്ങളോട് എന്തു പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് അറിയാതെ അങ്കലാപ്പിലാണ് UDF. കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്ന കോൺഗ്രസ് പരോക്ഷമായി BJPയെ അനുകൂലിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണെന്നും D. രാജ പറയുന്നു. When it comes to Kerala, the UDF thinks same agency should act against the LDF government. What is their understanding? Or what politics they are doing? Whether they are with Modi's approach or they differ from Modi's approach? They must make it clear to the people of Kerala. Congress party should look at its own face in the mirror. How many Congress people have left Congress party and rushed to BJP? They should think over what is their ideological commitment. Electoral bond scam, biggest political corruption in the post-independent India. So BJP has huge money. It spends that money despite election commission saying money power will be controlled, contained. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കൂടുതൽ കടക്കാം, ഇടവേളയ്ക്ക് ശേഷം. അങ്കത്തട്ട് തുടരുകയാണ്. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ BJPയിലെ തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ കേരളത്തിൽ വന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം കഴിയുന്നതോടെ ഇന്ത്യ മുന്നണി തകരും എന്നാണ് BJP തമിഴ്നാട് അധ്യക്ഷൻ പറയുന്നത്. കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 10:30 ആശ്രാമം മൈതാനിയിലെ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയെ ജില്ലയിലെ BJP നേതാക്കൾ സ്വീകരിച്ചു. തുടർന്ന് NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിനൊപ്പം അണ്ണാമലൈ റോഡ് ഷോയിൽ പങ്കെടുത്തു. കടപ്പാക്കട സ്പോർട്സ് ക്ലബിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചിന്നക്കടയിൽ സമാപിച്ചു.
രാജ്യത്തെ മുന്നോട്ടു നയിക്കാൻ മോദിയെ നാട് മുഴുവൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇന്ത്യ മുന്നണിയിൽ അടി തുടങ്ങിയെന്നും 2ാം ഘട്ടം കഴിയുന്നതോടെ മുന്നണി തകരുമെന്നും അണ്ണാമലൈ പറഞ്ഞു. കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികൾ 2 മുന്നണികളും സ്വന്തം പേരിലാക്കുകയാണെന്നും அண்ணாமலை പറഞ്ഞു. எந்த மாநிலத்தில் இது மோசமாக இந்த திட்டத்தை செயல்படுத்திக் கொண்டிருக்கின்றார்கள் என்றால் அது கேரளா. கேரளாவில் ப்ரோக்ரஸ் பாத்தீங்கன்னா வெறும் 51%, 51% வீடுகளுக்கு மட்டும்தான் ஜல்ஜீவன் திட்டம் இங்கு நிறைவேற்றப்பட்டிருக்கிறது. இந்தியால பாத்தீங்கன்னா 8 மாநிலங்கள் 100%, 3 யூனியன் டெரிட்டரி 100%. கம்யூனிஸ்ட் கட்சியை பொறுத்தவரை அவர்களும் செய்ய மாட்டார்கள், செய்ய வருபவர்களையும் விடமாட்டார்கள். அன்பு சகோதர சகோதரிகளே, നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ഈ ഓർമ്മയിലെ വോട്ട്. മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ഓരോ തെരഞ്ഞെടുപ്പും കടന്നുപോയ കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. ആദ്യ തെരഞ്ഞെടുപ്പും കന്നിവോട്ടും ഇഷ്ടനേതാക്കളും തുടങ്ങി ഇവർക്ക് പറയാൻ വിശേഷങ്ങൾ ഏറെയുണ്ട്. വെസിൽ അനാഥ മന്ദിരത്തിലെ അന്തേവാസികളിൽ പലർക്കും പങ്കുവയ്ക്കാനുള്ളത് കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്ത ഓർമ്മകൾ കൂടിയാണ്. കോഴിക്കോട് നിന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് അടുക്കാറാകുന്നു. പുതിയ കാലത്തെ തിരഞ്ഞെടുപ്പും പ്രചരണ രീതികളും മാത്രം പരിചയമുള്ള നമ്മൾ ഇന്ന് പോകുന്നത് അല്പം പ്രത്യേകതയുള്ള കുറച്ച് വോട്ടോർമ്മകളിലേക്കാണ്. എത്ര വയസ്സ് തൊട്ട് വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഒരു 10, 23, 24 കൂട്ടുക, അങ്ങനെയൊക്കെ ഓർമ്മയുള്ളൂ മോളെ. ഈ ആദ്യം വോട്ട് ചെയ്ത ഓർമ്മ എങ്ങനെയാണ്? ആദ്യം വോട്ട് ചെയ്തത് ആഴ്ചവട്ട സ്കൂളിലാണ്, മങ്കാവ. അവിടെയാണ് ഞാൻ വോട്ട് ചെയ്തത് ആദ്യമായിട്ട്. ഏതെങ്കിലും നേതാക്കളെയൊക്കെ ഓർമ്മയുണ്ടോ? പഴയ കാലത്തെ നേതാക്കന്മാരെയൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. പഴയ മുഖ്യമന്ത്രിമാരെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുമാരില്ല. വീട്ടിൽ നിന്ന് പുറത്തു പോകാത്തൊരു ഒരു അന്തരീക്ഷമാണ് എൻ്റെ അത് ജീവിതം. അമ്മയച്ഛനൊന്നുമില്ല, ജ്യേഷ്ഠത്തിമാരെ കൂടെ ജീവിച്ചിരിക്കണം. അതുകൊണ്ട് ആരുമില്ല. അച്ഛൻ 8 വയസ്സാകുമ്പോൾ മരിച്ചിരിക്കണം. അച്ഛൻ 56 വയസ്സാകുമ്പോൾ അമ്മയും മരിച്ചു. അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ്. പിന്നെ ഒരു ജീവിതമാണ് അതെന്ന് മാത്രം. അല്ലാതെ കണ്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഇപ്പം ഈ അനാഥ മന്ദിരമാണ് ഇപ്പം പുണ്യമന്ദിരമായിട്ട് കൊണ്ടത്. എന്തായാലും ഇപ്രാവശ്യം വോട്ട് ചെയ്യും. 18 വയസ്സ് മുതൽ തന്റെ 66 വയസ്സ് വരെ വോട്ട് മുടങ്ങാതെ ചെയ്തതും കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും അടങ്ങുന്ന നേതാക്കളെ ഓർത്തെടുക്കുകയുമാണ് മീനാക്ഷി അമ്മയും. ഏത് വയസ്സിലാണ് വോട്ട് ചെയ്തതെന്നൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് 19 വയസ്സായപ്പോൾ ഓർമ്മയുണ്ട്. അന്നേരമൊക്കെ കരുണാകരൻ ഉണ്ടായിരുന്നു, ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. എപ്പോഴും ആർക്കാ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുക ചെറുപ്പകാലം തൊട്ട് ഇന്ന് വരെ? ചെറുപ്പകാലം തൊട്ടിട്ട് നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നല്ല ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. കാരണം എൻ്റെ ഏട്ടനും വളരെ കോൺഗ്രസ്സുകാരനാണ്, അമ്മ കോൺഗ്രസ്സുകാരിയാണ്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നാൽ രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നവരുമുണ്ട് കൂട്ടത്തിൽ. ഇഷ്ടപ്പെട്ട നേതാവ് ആരാ രാഷ്ട്രീയ പാർട്ടികളിലെ? ഇഷ്ടപ്പെട്ട നേതാവ് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ രാഹുൽ ഗാന്ധിനെ ഇഷ്ടമാണ്. രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട് മത്സരിക്കുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, അറിഞ്ഞ പേപ്പറിൽ വന്നിട്ടുണ്ട്. വിജയിക്കോ? വിജയിക്കാൻ മതി, കാരണം അത്ര നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. കുറച്ചധികം പഴക്കമുള്ള തിരഞ്ഞെടുപ്പ് ഓർമ്മകളാണ്. എന്നാൽ അത്രയും മനോഹരമാണ് ആനന്ദവനത്തിലെ ഈ അമ്മമാരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ക്യാമറ പേഴ്സൺ സജി തറയലിനോടൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇനി നാടു പറയട്ടെ. പ്രചാരണത്തിന്റെ ആദ്യ ദിനം മുതൽ തീരദേശ വോട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് മുന്നണികൾ നടത്തുന്നത്. പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി സ്ഥാനാർത്ഥികളെല്ലാവരും വന്നുപോയി. തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ തീരദേശത്തിന്റെ പൾസ് എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നോക്കാം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.
പ്രചാരണത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ സ്ഥാനാർത്ഥികളും മുന്നണികളും തീരദേശം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയത്. എന്തായാലും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ തീരദേശവാസികളുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കേന്ദ്രത്തിൽ ഈ തവണ ഒന്ന് ഭരണം മാറി വരണം. കോൺഗ്രസ് ഏതെങ്കിലും കോൺഗ്രസ് തന്നെ വരണം, വേറെ ഇല്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാധന ശശി തരൂർ തന്നെ ചെയ്യും, കോൺഗ്രസ് തന്നെ ചെയ്യും. സ്ഥാനാർത്ഥികളൊക്കെ എത്തിയോ പ്രചാരണം? ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ സ്ഥാനാർത്ഥി വന്ന് പ്രിയങ്ക ഗാന്ധി വന്നിരുന്നു, എല്ലാം പറയാൻ പറ്റില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കേരളത്തിൽ പൊതുവെ UDF തരംഗമാണ്. പ്രചാരണത്തിന്റെ ആദ്യം മുതൽ തന്നെ തീരദേശം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമൊക്കെ നടത്തിയിരുന്നു മുന്നണികളൊക്കെ തന്നെ. അതെ, നല്ല പ്രചരണം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രചരണ രംഗത്ത് തീരദേശത്ത് LDF തന്നെയാണ് മുന്നിൽ. പക്ഷേ അതിപ്പോൾ ലാസ്റ്റ് റൗണ്ടായപ്പോൾ എല്ലാവരും സമദൂരം പിന്നേലെന്ന് പറഞ്ഞുണ്ടെങ്കിൽ വലിയ ചൂടേറിയ ഒരു മത്സരമാണ്. ഇന്നത്തെ സാഹചര്യം ഏകാധിപതിയുടെ ഒരു ഭരണമാണ് നടക്കുന്നത്. അത് മാറണമെങ്കിൽ ജനങ്ങൾക്ക് ഫലപ്രദമായി എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഒരു ഭരണ ചേഞ്ച് അത്യാവശ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എങ്ങനെ പോയി? പ്രചരണം 3 സ്ഥാനാർത്ഥിമാരും നല്ല പ്രചരണമാണ് നടത്തുന്നത്. 3 പേരും നല്ല വിജയപ്രതീക്ഷയിലാണ്. എന്നാലും കൂടുതൽ ചാൻസ് കോൺഗ്രസിനാണ് എല്ലാ ചാൻസും ഉള്ളത്. കാര്യം പിണറായിയുടെ ഭരണവും കേന്ദ്രത്തിൻ്റെ ഭരണവും ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് കൂടുതലും കോൺഗ്രസിനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് വന്നതിലാണ് നമ്മുടെ ഈ തീരമെല്ലാം നഷ്ടപ്പെട്ടത്. ഈ തീരം നഷ്ടപ്പെട്ടപ്പോഴേ ഒരുപാട് ഈ ഒരു 10 വർഷത്തിന് മുമ്പേ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ് തീരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കമ്പോലയ്ക്ക് പൈസകളൊക്കെ കൊടുക്കും. അപ്പോൾ തീരം നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ അവരൊന്നും ചെയ്തില്ല. നമ്മുടെ തീരം നഷ്ടപ്പെട്ടുകൊണ്ട് എത്ര കുടുംബം എന്നറിയാം ഇന്ന് പട്ടിണി കിടക്കുന്നത്. കമ്പോല വലിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ അവരിന്ന് മൊത്തത്തിലും പട്ടിണിയിലാണ്. സ്ഥാനാർത്ഥികൾ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയ പ്രഖ്യാപനം വന്നുകൊണ്ട് അവർ ഈ ഇലക്ഷൻ വരുമ്പോൾ അത് തരാം ഇത് തരാം എന്നൊക്കെ പറയും. ആൾക്കാരെ കൂട്ടാൻ വേണ്ടി മാത്രമാണ്. ആൾക്കാരെ കൂട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അവരെ പാട് നോക്കിയാൽ മതി. ഭരിക്കുന്നവർ എന്തെങ്കിലും ഈ തീരപ്രദേശത്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പറയാനുള്ളത്. അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊരു വലിയ കണക്ക് പുസ്തകം തന്നെ തുറന്നു വെക്കുകയാണ്. എന്തായാലും വോട്ട് ചോദിച്ചു വരുന്ന ഈ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോയി കഴിഞ്ഞാലും അവരെ ഓർക്കണം, അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. ഇന്നത്തെ സൂപ്പർ വോട്ട് പഞ്ചാണ് കാണാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ മറുപടിയാണിത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് താരമായത്. ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ്. രണ്ടുപേരുടെ ലക്ഷ്യം രാഹുൽ ഗാന്ധിയാണെന്നും സതീശൻ പറയുന്നു. വടകരയിൽ പൊട്ടിയത് CPMന്റെ നുണബോംബാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇവരുടെ പ്രസ്താവനകൾ ഏതോ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് തയ്യാറാക്കിയതുപോലെയാണ്. ഒരേ ടോണിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. രണ്ടുപേരുടെയും ലക്ഷ്യം ശ്രീ രാഹുൽ ഗാന്ധിയാണ്. വടകരയിൽ ബോംബ് പൊട്ടി CPM-കാരുടെ കൈ പോയി. അവിടുത്തെ CPM സ്ഥാനാർത്ഥി വന്നൊരു നുണബോംബ് പൊട്ടിച്ചു, അത് ചീറ്റിപ്പോയി. ഞാൻ അന്ന് പറഞ്ഞല്ല ഇത് നുണബോംബാണെന്ന്. ഇപ്പൊ നുണബോംബ് പൊട്ടിയല്ലേ. മറ്റേ പാനൂരിലെ ബോംബും പൊട്ടി, ഈ നുണബോംബും പൊട്ടി, രണ്ടും കൂടി ഒരുമിച്ച് പൊട്ടി. അങ്ങനെ ബോംബുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ അങ്കത്തട്ടിന്റെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണാം.